ഹായ് ഓൾ, എൻ്റെ പേര് അഖിൽദേവ്. എല്ലാവർക്കും ക്രിസ് പാർക്കിലേക്ക് സ്വാഗതം. ഇന്ത്യ സിംബാബ്വെ മാച്ചിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് പിറന്ന മത്സരം, അതായത് രണ്ട് ടീമുകളുടെ സ്കോർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ്, അതായത് 440 റൺസാണ് ഇന്ന് ഈ മത്സരത്തിൽ പിറന്നത്. ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസാണ് എടുത്തത്. വലിയൊരു ടോട്ടൽ തന്നെയാണ് സിംബാബ്വെ സംഭവിച്ചത്. സിംബാബ്വെക്ക് മറുപടി ബാറ്റിങ്ങിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 72 റൺസ് തോൽവി. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് വരാം. ടോസ് കിട്ടിയ സിംബാബ്വെ ഇന്ത്യൻ്റെ ബാറ്റിംഗ് അയക്കുകയാണ്. അതിൽ നമുക്കറിയാം കുറേ ഈ കഴിഞ്ഞ കളികളിലൊക്കെ ആയിട്ട് ഓപ്പണിങ്ങിൽ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ 2 മാറ്റങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഓപ്പണിങ്ങിലേക്ക് സഞ്ജു സാംസൺ തിരിച്ചെത്തുന്നു. വാഷിങ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേൽ ടീമിലെത്തി. ടീം സെറ്റ് എന്ന് പറയാം. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ബാറ്റിങ്ങിലേക്ക് സഞ്ജു സാംസൺ എത്തുന്നു. വലിയ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഒന്നുമല്ല, പക്ഷേ 15 ബോളിൽ 24 റൺസ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മികച്ചൊരു പാർട്ട്ണർഷിപ്പ്, 48 റൺസിൻ്റെ. തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു ആ നിലയിൽ സഞ്ജു ഇന്ന് കളിച്ചത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ആ തുടർച്ചയുടെ റിഫ്ലക്ഷൻ എല്ലാവരും പിന്നീട് വന്ന എല്ലാവരിലും അതുണ്ടായിരുന്നു. സഞ്ജു 15 ബോളിൽ 24 റൺസ് എടുത്ത് ഔട്ടാവുന്നു. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം 1 ഡൗൺ ആയിട്ടാണ് ഇഷാൻ കിഷൻ എത്തിയത്. ഇന്ന് 30 ബോളിൽ 55 റൺസ് എടുത്തുകൊണ്ട് അഭിഷേക് ശർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തി. അത് വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വരും മത്സരങ്ങളിലേക്ക് നോക്കുമ്പോൾ വളരെ ആശ്വാസമേകുന്ന കാര്യം തന്നെയാണ്. ഇഷാൻ കിഷൻ മോശമല്ല. 24 ബോളിൽ 38 റൺസ് എടുത്തുകൊണ്ട് ഇഷാൻ സാധാരണ കളിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും കളിക്കും പോലെ സ്ഫോടനാത്മക ഇന്നിങ്സ് ഒന്നും അല്ലെങ്കിലും ആ ഒരു ക്ലാസ് നിലനിർത്തിയൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ശേഷമാണ് ഏറ്റവും വലിയ ചേഞ്ച്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടായിരുന്നു തിലക് വർമ്മ, സൂര്യകുമാർ യാദവിൻ്റെ ഒക്കെ ഫോം ഔട്ട്. നെക്സ്റ്റ് വന്നത് സൂര്യകുമാർ യാദവാണ്. ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ്, അല്ലെങ്കിൽ ഏറ്റവും 13 ബോളിലാണ് അദ്ദേഹം 33 റൺസ് കൂട്ടിച്ചേർത്തത്. അത് കഴിഞ്ഞിട്ട് വന്ന തിലക് വർമ്മയാവട്ടെ 16 ബോളിൽ 44 റൺസാണ് എടുത്തത്. ഹർദിക് പാണ്ഡ്യ 23 ബോളിൽ 50 റൺസ്. ഇത്രയും മികച്ച ഇന്നിങ്സുകൾ കളിച്ചുകൊണ്ട്, അതായത് ഇന്ത്യൻ ടീമിൻ്റെ ഇതുവരെയുള്ള ബാറ്റിങ്ങിൽ കുറച്ച് അപാകതകൾ, ഇപ്പം സിംബാബ്വെ പോലെ ഒരു ചെറിയ ടീമിനെതിരെയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നങ്ങളൊക്കെ തിരുത്തിയൊരു മത്സരമായിരുന്നത്. അത് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. അത് ടീമിനെ ആകെ മാറ്റി എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും മികച്ചൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്ന് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. സിംബാബ്വെയുടെ ബോളിങ്ങിലേക്ക് വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കിടന്ന് തല്ല് വാങ്ങിയായിരുന്നു. കൂട്ടത്തിൽ മപ്പാസോ, പുതുമുഖക്കാരനാണ്, അദ്ദേഹത്തിന് നല്ല തല്ല് കിട്ടി. 2 ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് 40 റൺസാണ്. സിംബാബ്വെ ബാറ്റിങ്ങിന് തുടക്കത്തിൽ വേഗത വളരെ കുറവായിരുന്നു. പതിയാണ് അവർ ഒരു താളം കണ്ടെത്തിയത്. ബെന്നറ്റിൻ്റെ ഉജ്ജ്വല ഇന്നിങ്സ് എന്ന് പറയാം. 59 ബോളിൽ 97 റൺസ്, കൂടെ മർമാണിയുടെ സപ്പോർട്ടും. എന്നാൽ പിന്നീടുള്ള ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ശേഷം വന്ന ക്യാപ്റ്റൻ്റെ ഒരു കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് എന്ന് പറയാം. 20 ബോളിൽ 31 റൺസ്. സിക്കന്ദർ റാസ ശ്രമിച്ചു നോക്കി. അദ്ദേഹത്തിന് ശ്രമിച്ചാൽ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു നമ്മൾ ടാർഗറ്റ്, ഇന്ത്യ കൊടുത്ത ടാർഗറ്റ്. അപ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും സിംബാബ്വെ പൊരുതി തന്നെയാണ് തോറ്റത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുത്തു. 72 റൺസിൻ്റെ പരാജയമാണ്. നമുക്കറിയാം വലിയൊരു ടോട്ടലാണ് ഇന്ത്യ ഉയർത്തിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിംബാബ്വെ തോറ്റത് പൊരുതി തന്നെയാണെന്ന് പറയണം. പെട്ടെന്ന് അല്ലെങ്കിൽ വിക്കറ്റുകളുടെ ഒരു കൂട്ടത്തകർച്ചയൊന്നും അവർ നേരിട്ടില്ല. അവർ മാക്സിമം കളി സിംബാബ്വെക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. എന്നിരുന്നാലും ഒരു മികച്ച കളി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ത്യൻ ബോളേഴ്സൊക്കെ തന്നെ നല്ല കൃത്യതയോടെ, നല്ല എക്കണോമിയിലാണ് ബോൾ എറിഞ്ഞത്. അതിലൊരു അപവാദം എന്ന് പറയുന്നത് ശിവൻ ദുബെയുടെ 2 ഓവറാണ്. അദ്ദേഹം 2 ഓവറിൽ വിട്ടുകൊടുത്തത് 46 റൺസാണ്. പക്ഷേ അദ്ദേഹം ഒരു വിക്കറ്റ് നേടുകയുണ്ടായി. പിന്നെ ഇതൊരു ഹൈ സ്കോറിങ് മാച്ച് ആയതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ലാതെ മാറി. പിന്നെ അക്ഷർ പട്ടേൽ നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകിയത് ഓപ്പണറെ പുറത്താക്കിക്കൊണ്ട് അക്ഷർ പട്ടേലാണ്. ഹർഷദീപ് സിംഗിൻ്റെ 4 ഓവറിലെ 24 റൺസ് വഴങ്ങിയുള്ള 3 വിക്കറ്റ് പ്രകടനം, മികച്ചൊരു കളിയാണ് അദ്ദേഹം ഈ മാച്ചിലും തുടരുന്നതാണ്. കഴിഞ്ഞ കളിയിൽ നല്ല പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കിത് ഒരു മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം.